ഹലോ, വെൽക്കം ടു ലെറ്റ്സ് ക്രാക്ക് PSC. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്രേക്ക് ഡൗൺ ആണ്. ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ. ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇഫ് ദ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈഡ് ടു ദ PN ജംഗ്ഷൻ ഈസ് ഇൻക്രീസ്ഡ്, എ പോയിന്റ് ഈസ് റീച്ച്ഡ് വെൻ ദ ജംഗ്ഷൻ ബ്രേക്സ് ഡൗൺ and the reverse currents rises sharply. This critical value of the voltage is known as breakdown voltage. The junction offers zero resistance at this point. ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു PN ജംഗ്ഷൻ ഡയോഡിൽ അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കുകയാണ്. അതായത് PN ജംഗ്ഷനിൽ നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുന്ന റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തുമ്പം ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഈ ജംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തുമ്പം ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് റിവേഴ്സ് കറണ്ട് ഷാർപ്പായിട്ട് റൈസ് ചെയ്യും. റിവേഴ്സ് കറണ്ട് കൂടും അവിടെ. ദിസ് ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ദ വോൾട്ടേജ് ഈസ് നോൺ ആസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. എപ്പോഴാണോ ഈ റിവേഴ്സ് കറണ്ട് റൈസ് ചെയ്യാൻ തുടങ്ങുന്നത്, ജംഗ്ഷൻ ബ്രേക്ക് ചെയ്ത് റിവേഴ്സ് കറണ്ട് റൈസ് ചെയ്യുന്നത്, ആ വോൾട്ടേജിനെ പറയുന്ന പേരാണ് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ. ദിസ് ജംഗ്ഷൻ ഓഫേഴ്സ് സീറോ റെസിസ്റ്റൻസ് അറ്റ് ദിസ് പോയിൻ്റ്. ഈ പോയിന്റിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. ഇനി ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡോപ്പിംഗ് ലെവൽ. ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡോപ്പിംഗ് ലെവൽ. ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിപ്ലീഷൻ റീജിയണിൻ്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡോപ്പിംഗ് ലെവൽ. അതായത് നമ്മൾ ഡോപ്പിംഗ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഡിപ്ലീഷൻ റീജിയണിൻ്റെ വിഡ്ത്തിരിക്കുന്നത്. അപ്പം അതാണ് ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൗണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ആണ് ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൗണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെയർ ആർ ടു പ്രോസസ് വിച്ച് ക്യാൻ കോസ് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ. ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ കോസ് ചെയ്യുന്ന രണ്ട് പ്രോസസ്സാണുള്ളത്. ഒന്ന് അവലാഞ്ചി ബ്രേക്ക് ഡൗണും ഒന്ന് സെനർ ബ്രേക്ക് ഡൗണും. നമുക്ക് രണ്ടും നോക്കാം എന്താണെന്ന്. ഫസ്റ്റ്, അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. Avalanche breakdown occurs in the junction which is lightly doped and have wide depletion region. Avalanche breakdown occurs in the junction which is lightly doped and have wide depletion region. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ്? ലൈറ്റ്ലി ഡോപ്ഡ് ആണ് ആൻഡ് ഹാവ് വൈഡ് ഡിപ്ലീഷൻ റീജിയൻ. ലൈറ്റ്ലി ഡോപ്ഡും ആണ്, ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ വൈഡും ആണ്. ഡ്യൂ ടു ദ അപ്ലൈഡ് വോൾട്ടേജ് ദെയർ ഫോംസ് ആൻ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ. ഒരു അപ്ലൈഡ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡിപ്ലീഷൻ റീജിയണിൽ, അതായത് ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഒരു ഇലക്ട്രിക് ഫീൽഡ് ആ ഡിപ്ലീഷൻ റീജിയനിൽ ക്രിയേറ്റ് ചെയ്യും. ദ മൈനോറിറ്റി കാരിയേഴ്സ് വിച്ച് ആർ തെർമലി ജനറേറ്റഡ് അക്യൂർ എനർജി ഫ്രം ദിസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് കൊളൈഡ് വിത്ത് ദ ഇലക്ട്രോൺസ് ഇൻ ദ കോവാലന്റ് ബോണ്ട്. ദ മൈനോറിറ്റി കാരിയേഴ്സ് വിച്ച് ആർ തെർമലി ജനറേറ്റഡ്, അതായത് തെർമലി ജനറേറ്റ് ചെയ്യുമ്പം ഒരു മൈനോറിറ്റി കാരിയേഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യും. അക്യൂർ എനർജി ഫ്രം ദിസ് ഇലക്ട്രിക് ഫീൽഡ്. എന്നിട്ട് ഈ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ഒരു എനർജി അക്യൂർ ചെയ്ത് അവിടെയുള്ള ഇലക്ട്രോൺസുമായിട്ട് കോവാലൻ ബോണ്ടിലുള്ള ഇലക്ട്രോൺസിനെ കൊളൈഡ് ചെയ്യും. ഡ്യൂ ടു ദിസ് കൊളിഷൻ വിത്ത് ദ വാലൻസ് ഇലക്ട്രോൺസ് കോവാലൻ ബോൺസ് ആർ ബ്രോക്കൺ ആൻഡ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റഡ്. അപ്പോൾ ഈ കൊളിഷൻ കാരണം കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വാലൻസ് ഇലക്ട്രോൺസും അവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യും. ദീസ് ന്യൂലി ജനറേറ്റഡ് ചാർജ് ക്യാരിയേഴ്സ് ഓൾസോ അക്യൂർ എനർജി ഫ്രം ദ സെയിം ഫീൽഡ്. ഈ ന്യൂലി ജനറേറ്റ് ചെയ്യുന്ന ഈ ചാർജ് ക്യാരിയേഴ്സ് ഒരു എനർജി ഈ കൊളിഷനിൽ നിന്ന് അക്യൂർ ചെയ്യും. എന്നിട്ട് ഒരു ന്യൂ ചാർജ് ക്യാരിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും അവിടെ. ഇതാണ് അവലാഞ്ചി ഓഫ് ചാർജ് ക്യാരിയേഴ്സ് ആൻഡ് ദ ജംഗ്ഷൻ ഓഫേഴ്സ് വെരി ലോ റെസിസ്റ്റൻസ്. അങ്ങനെ അവിടെ ഒരു ലോ റെസിസ്റ്റൻസ് ഉള്ള ഒരു റീജിയൻ ഉണ്ടാകും. ദിസ് ക്യുമുലേറ്റീവ് ഫിനോമിനൻ ഈസ് കോൾഡ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. അവലാഞ്ചി മൾട്ടിപ്ലിക്കേഷൻ. ദിസ് ലീഡ്സ് ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദ PN ജംഗ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. അപ്പം അവിടെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകും PN ജംഗ്ഷനിൽ. അതിനെയാണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ്ലി ഡോപ്പ് ചെയ്ത് വൈഡ് ഡിപ്ലീഷൻ റീജിയനിൽ ഒക്കർ ചെയ്യുന്നതാണ്. ഡ്യൂ ടു ഒരു അപ്ലൈഡ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡിപ്ലീഷൻ റീജിയനിൽ ഫോം ചെയ്യും. ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സ് തെർമലി
ജനറേറ്റ് ചെയ്യുന്ന മൈനോറിറ്റി കാരിയേഴ്സ് അവിടെയുള്ള കോവാലൻ ബോൺസിലുള്ള ഇലക്ട്രോൺസിനെ കൊളൈഡ് ചെയ്ത് അവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യും. ഈ ന്യൂലി ജനറേറ്റ് ചെയ്യുന്ന ചാർജ് കാരിയേഴ്സ് ഈ സെയിം ഫീൽഡിൽ നിന്ന് തന്നെ എനർജി അക്വയർ ചെയ്തിട്ട് കോവാലൻ ബോണ്ടുള്ളിടത്തെല്ലാം കൊളൈഡ് ചെയ്ത് അവിടെ ഒരു ന്യൂ ചാർജ് കാരിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് അവലാഞ്ചി മൾട്ടിപ്ലിക്കേഷന് കാരണമാകും. അപ്പം ഇത് എന്തിന് ലീഡ്സ് ചെയ്യും? breakdown of the p-n junction, and it is known as avalanche breakdown. Next, Zener breakdown. Zener breakdown occurs in the junction which heavily doped and thereby has narrow depletion region. Zener breakdownil എന്താണ്? ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള നാരോ ഡിപ്ലീഷൻ റീജിയൻ ആണ് വരുന്നത്. ഹെവിലി ഡോപ്ഡ് നാരോ ഡിപ്ലീഷൻ റീജിയൻ. ദ ബ്രേക്ക്ഡൗൺ വോൾട്ടേജ് സെറ്റ്സ് അപ്പ് എ വെരി സ്ട്രോങ് electric field across this narrow region, and this field is strong enough to break the covalent bonds, thereby generating electron hole pairs. അപ്പോൾ അവിടെ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്? ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആ നാരോ ഡിപ്ലീഷൻ റീജിയനിൽ ഉണ്ടാകും. ഈ ഫീൽഡ് മതി എന്തിനു ബ്രേക്ക് ചെയ്യാൻ? അവിടെയുള്ള കോവാലൻ ബോൺസിനെ ബ്രേക്ക് ചെയ്ത് അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദിസ് ക്യാൻ ബി എ ലാർജ് കറണ്ട് ഫ്ലോ. അപ്പം ഇത് ലാർജ് കറണ്ട് ഫ്ലോയ്ക്ക് കാരണമാകും. ദ മെക്കാനിസം ഓഫ് ബ്രേക്ക് ഡൗൺ ഈസ് കോൾഡ് സെനർ ബ്രേക്ക് ഡൗൺ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അതായത് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പം ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള നാരോ ഡിപ്ലീഷൻ റീജിയനിൽ നടക്കുന്നതാണ്. അപ്പം അവിടെ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ആ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് മതി ഈ നാരോ റീജിയനിലുള്ള കോവാലൻ ബോൺസിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യും. അപ്പം ലാർജ് കറണ്ട് ഫ്ലോ ഉണ്ടാകും അവിടെ. ഈ മെക്കാനിസത്തിന് പറയുന്ന പേരാണ് സെനർ ബ്രേക്ക് ഡൗൺ. അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കും ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, വൈഡ് ഡിപ്ലീഷൻ റീജിയൻ വരും. അവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഡിപ്ലീഷൻ റീജിയനിൽ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺ ഹോൾ പെയർ ആണ് അവലാഞ്ചി ബ്രേക്ക് ഡൗണിന് കാരണമാകുന്നത്. ദ ഫോളോയിങ് പോയിൻറ്റ്സ് മേ ബി നോട്ടഡ് എബൌട്ട് സെനർ ഡയോഡ്. ഒന്നാമത്തെ പോയിന്റ്, എ സെനർ ഡയോഡ് ഈസ് ലൈക്ക് ആൻ ഓർഡിനറി ഡയോഡ് എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് പ്രോപ്പർലി ഡോപ്ഡ് സോ ആസ് ടു ഹാവ് എ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഒരു സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡിനറി ഡയോഡ് പോലാണ്, എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് പ്രോപ്പർലി ഡോപ്ഡ് സോ ആസ് ടു ഹാവ് എ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. എന്ന് വെച്ചാൽ പ്രോപ്പർലി ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഇതിനൊരു ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടായിരിക്കും. സെക്കൻഡ് പോയിന്റ്, എ സെനർ ഡയോഡ് ഈസ് ഓൾവേസ് റിവേഴ്സ് കണക്റ്റഡ്. സെനർ ഡയോഡ് എന്ന് പറയുമ്പോഴേ റിവേഴ്സ് കണക്റ്റഡ് ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് റിവേഴ്സ് ബയാസ്ഡ് ആണ്. സാധാരണ ഡയോഡിനെ പോലല്ല, ഇതൊരു റിവേഴ്സ് ബയാസ്ഡ് ഡയോഡാണ്. എ സെനർ ഡയോഡ് ഹാസ് ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കാൾഡ് സെനർ വോൾട്ടേജ് VZ. നമ്മൾ പറഞ്ഞു സെനർ ഡയോഡിനൊരു ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടായിരിക്കും. അതിനെ സെനർ വോൾട്ടേജ് എന്നാണ് പറയുന്നത്. VZ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഫോർത്ത് പോയിന്റ്, വെൻ ഫോർവേഡ് ബയാസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ആൻ ഓർഡിനറി ഡയോഡ്. എപ്പോഴാണോ ഇത് ഫോർവേഡ് ബയാസ് ചെയ്യുന്നത് അപ്പം സാധാരണ ഓർഡിനറി ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും ഇത് കാണിക്കുന്നത്. ഫിഫ്ത്ത് പോയിന്റ്, ദ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് എ സെനർ ഡയോഡ് ഈസ് സ്മാൾ കമ്പയർഡ് ടു ദ ഓർഡിനറി ഡയോഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ ദ ബ്രേക്ക് ഡൗൺ റീജിയൻ. റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, സെനർ ഡയോഡിൻ്റെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സ്മാൾ ആയിരിക്കും കമ്പയർഡ് ടു ദ ഓർഡിനറി ഡയോഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇത് ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെനർ ഡയോഡ് എന്ന് പറയുമ്പോഴേ എപ്പോഴും ഓർക്കുക ഓൾവേസ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും, പിന്നെ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടായിരിക്കും. ഈ രണ്ട് പോയിൻറ്റും ഓർത്ത് വയ്ക്കുക. പിന്നെ സെനർ ഡയോഡിൽ നിന്ന് ഷുവറായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എല്ലാ വർഷവും സെനർ ഡയോഡിൽ നിന്ന് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സെനർ ഡയോഡിനെ നമ്മൾ പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സെനർ ഡയോഡ് ഈസ് യൂസ്ഡ് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ. ഇനി നമുക്ക് അവലാഞ്ചി ബ്രേക്ക് ഡൗണിൻ്റെയും സെനർ ബ്രേക്ക് ഡൗണിൻ്റെയും കമ്പാരിസൺ നമുക്ക് ടേബിളിൽ നോക്കാം. അവലാഞ്ചി ബ്രേക്ക് ഡൗൺ, ദിസ് ഒക്കേഴ്സ് അറ്റ് ജംഗ്ഷൻസ് വിച്ച് ആർ ലൈറ്റ്ലി ഡോപ്ഡ് ആൻഡ് ഹാവ് വൈഡ് ഡിപ്ലീഷൻ ലെയേഴ്സ്. നമ്മൾ പറഞ്ഞു അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കും ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, വൈഡ് ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാകും. സെനർ ബ്രേക്ക് ഡൗൺ ആകുമ്പം അവിടെ ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള നാരോ ഡിപ്ലീഷൻ ലെയേഴ്സാണ് സെനർ ബ്രേക്ക് ഡൗണിലുള്ളത്. ഇനി ഹിയർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു പ്രൊഡ്യൂസ് സെനർ ബ്രേക്ക് ഡൗൺ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സെനർ ബ്രേക്ക് ഡൗൺ പോലെ
സ്ട്രോങ് അല്ല. പക്ഷേ സെനർ ബ്രേക്ക് ഡൗണിൽ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും ആ എക്രോസ് ദിസ് നാരോ ഡിപ്ലീഷൻ റീജിയനിൽ. ഇനി ഇവിടെ ഈ അവലാഞ്ചി ബ്രേക്ക് ഡൗണിൻ്റെ മെക്കാനിസം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? കൊളിഷനാണ് അവിടുത്തെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ. അവലാഞ്ചി ബ്രേക്ക് ഡൗണിന് കാരണമാകുന്നത് കൊളിഷനാണ്. സെനർ ഡയോഡിലാകുമ്പം ഹിയർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് വെരി സ്ട്രോങ് to rupture break the covalent bonds, thereby generating electron hole pairs. So even a small increase in reverse voltage is capable of producing a large number of current carriers. Hence the junction has a very low resistance. This lead to Zener breakdown. ഇനി അവലാഞ്ചി ബ്രേക്ക് ഡൗണിന് എബോവ് 6 വോൾട്ടേജ് അപ്ലൈ ചെയ്തെങ്കിൽ അവിടെ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യത്തുള്ളൂ. പക്ഷേ സെനർ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കും ബിലോ 6 വോൾട്ട് മതി. ചെറിയൊരു റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴേ അവിടെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. നെക്സ്റ്റ്, സെനർ ഡയോഡ് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ. സെനർ ഡയോഡിനെ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യും. സെനർ ഡയോഡ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ആസ് വോൾട്ടേജ് റെഫറൻസസ് ആൻഡ് എ ഷണ്ട് റെഗുലേറ്റേഴ്സ് ടു റെഗുലേറ്റ് ദ വോൾട്ടേജ് അക്രോസ് സർക്യൂട്ട്സ്. എ സെനർ ഡയോഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് voltage regulator to provide a constant voltage from a source whose voltage may vary over the specified range. The circuit arrangement, it consists of a resistor connected in series with the input voltage and a Zener diode connected in parallel with the load. ഇതെന്ന് പറഞ്ഞാൽ it consists of a resistor connected in series with the input voltage. ഒരു റെസിസ്റ്ററിന് നമ്മൾ സീരീസ് ആയിട്ട് ഇൻപുട്ട് വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ആൻഡ് സെനർ ഡയോഡ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ്. എന്നിട്ട് സെനർ ഡയോഡിനെ ലോഡുമായിട്ട് പാരലൽ, അതായത് ഒരു റെസിസ്റ്ററിന് ഇൻപുട്ട് വോൾട്ടേജുമായിട്ട് സീരീസ് ആയിട്ടും പിന്നെ ഒരു സെനർ ഡയോഡിനെ പാരലായിട്ട് ലോഡ് റെസിസ്റ്റൻസുമായിട്ട് പാരലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെനർ ഡയോഡ് യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്? ടു പ്രൊവൈഡ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഫ്രം സോഴ്സ് ഹൂസ് വോൾട്ടേജ് മേ വേരി ഓവർ എ സ്പെസിഫൈഡ് റേഞ്ച്. അവിടെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. സോഴ്സിൽ നിന്നുള്ള വോൾട്ടേജിന് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. കൂടാതെ ഒരു വേരി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു സ്പെസിഫൈഡ് റേഞ്ച് വരെ നമുക്ക് വേരി ചെയ്യിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് സെനർ ഡയോഡിനെ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് വോൾട്ടേജ് റെഫറൻസിന് ഉപയോഗിക്കും ഷണ്ട് റെഗുലേറ്റേഴ്സ് ടു റെഗുലേറ്റ് ദ വോൾട്ടേജ് അക്രോസ് സർക്യൂട്ട്സ്. എ പി എൻ ജംഗ്ഷൻ ഈസ് ജനറലി നോൺ ആസ് എ ഡയോഡ്. പി എൻ ജംഗ്ഷനെ നമുക്ക് ജനറലി ഒരു ഡയോഡ് എന്ന് പറയാം. വെൻ ഈ പി എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ്, ദ ചാർജ് ക്യാരിയസ് ഡിഫ്യൂസ് അക്രോസ് ദ ജംഗ്ഷൻ ആൻഡ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എനർജി ബാരിയർ ഓർ ഡിപ്ലീഷൻ ലെയർ നിയർ ബൈ ദ ജംഗ്ഷൻ, ഫർദർ മൂവ്മെൻറ്റ് ഓഫ് ക്യാരിയർ ഈസ് പ്രിവെൻറ്റഡ്. അപ്പം പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന എങ്ങനെയത്? ചാർജ് ക്യാരിയസ് ഡിഫ്യൂസ് അക്രോസ് ദ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് ചാർജ് ക്യാരിയസ് ഡിഫ്യൂസ് ചെയ്യും. ഇത് കാരണം അവിടെ ഒരു എനർജി ബാരിയറിൽ ഒരു എനർജി ഫോം ചെയ്യും. ഇതിന് പറയുന്ന പേരാണ് ഡിപ്ലീഷൻ ലെയർ. ഡിപ്ലീഷൻ ലെയർ നിയർ ബൈ ദ ജംഗ്ഷൻ, ഫർദർ മൂവ്മെൻറ്റ് ഓഫ് ക്യാരിയർ ഈസ് പ്രിവെൻറ്റഡ്. ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ള ക്യാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ പ്രിവെൻറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇനി വെൻ എക്സ്റ്റേണൽ എനർജി ഈസ് സപ്ലൈഡ് ടു ദ ജംഗ്ഷൻ, ഇറ്റ് ഈസ് കാൾഡ് ബയാസിങ്. നമ്മളൊരു എക്സ്റ്റേണലായിട്ട് അവിടെ ഒരു എനർജി നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബയാസിങ്. വെൻ ഫോർവേഡ് ബയാസ്, ദ ഡയോഡ് കണ്ടക്ട്സ് ആഫ്റ്റർ നീ വോൾട്ടേജ്. ഫോർവേഡ് ബയാസ് ചെയ്യുമ്പം നീ വോൾട്ടേജിന് ശേഷം ആഫ്റ്റർ നീ വോൾട്ടേജ് ഡയോഡ് കണ്ടക്ട് ചെയ്യും. വെൻ റിവേഴ്സ് ബയാസ്, ദ ഡയോഡ് ആക്ട്സ് ഓൾമോസ്റ്റ് ആസ് ആൻ ഓപ്പൺ സ്വിച്ച്. ഇനി റിവേഴ്സ് ബയാസ് ആക്കുകയാണെങ്കിൽ ഡയോഡ് ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ അവിടെ ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫോർവേഡ് ബയാസ് ചെയ്യുകയാണെങ്കിൽ ഡയോഡ് നീ വോൾട്ടേജിന് ശേഷം കണ്ടക്ട് ചെയ്യും. റിവേഴ്സ് ബയാസ്ഡ് ആക്കുകയാണെങ്കിൽ ഡയോഡ് ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ അവിടെ ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇനി റിവേഴ്സ് ബയാസ് പി എൻ ജംഗ്ഷൻ ആഫ്റ്റർ ബ്രേക്ക് ഡൗൺ കണ്ടക്ട്സ് വെരി ലാർജ് കറണ്ട് ആൻഡ് ഗെറ്റ്സ് ഡാമേജ്ഡ്. പി എൻ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് റിവേഴ്സ് ബയാസ് ചെയ്യുവാണെങ്കിൽ ആഫ്റ്റർ ബ്രേക്ക് ഡൗണിന് ശേഷം ലാർജ് കറണ്ട് കണ്ടക്ട് ചെയ്യും, എന്നിട്ട് ഡാമേജ് ആയിപ്പോവും ആൻഡ് ഗെറ്റ്സ് ഡാമേജ്. സെനർ ഡയോഡ് ഈസ് എ സ്പെഷ്യലി ഡിസൈൻഡ് ഡയോഡ് ടു ബി യൂസ്ഡ് അണ്ടർ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആഫ്റ്റർ ബ്രേക്ക് ഡൗൺ. സെനർ ഡയോഡ് ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ടു ബി യൂസ്ഡ് അണ്ടർ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആഫ്റ്റർ ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗണിന് ശേഷം
The Zener diode is specially designed diode to be used under reverse bias. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഡയോഡാണ് Zener diode. ദിസ് ഡയോഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ ബിക്കോസ് ഇറ്റ്സ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻറ്റ്. നമ്മളെ Zener ഡയോഡിനെ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജിന് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് Zener ഡയോഡിനെ ഒരു വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അവലാഞ്ചി ബ്രേക്ക് ഡൗണും Zener ബ്രേക്ക്ഡൗണും ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തത്. ഡയോഡിൽ നിന്ന് ഷുവറായിട്ട് എല്ലാ വർഷവും ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പം നന്നായിട്ട് പഠിക്കുക. അവലാഞ്ചി ബ്രേക്ക് ഡൗണിൻ്റെ മെക്കാനിസം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. കൊളിഷനാണ് റീസൺ. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.